കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. എനിക്കത് വായിച്ചപ്പോൾ ഇച്ചിരി രസകരമായി തോന്നി. ഇതെന്ത് കാര്യമെന്നുള്ളത് തോന്നി. മറ്റൊന്നുമല്ല, KSRTC ബസ്സിൽ ഗവിയിലേക്ക് യാത്രയുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകളുമായി യാത്ര ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ബസ് കേടായി. അപ്പം തീർച്ചയായിട്ടും അടുത്ത ബസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവിടുന്ന് വേറെ ബസ് വരാൻ താമസം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആളുകൾ കാട്ടിൽ അകപ്പെട്ടു പോയല്ലോ. അതിൻ്റെ പേരിൽ ഡ്രൈവർക്ക് സസ്പെൻഷൻ എന്നുള്ളത്. അപ്പോൾ അതിനെതിരെ പ്രതിഷേധമൊക്കെ ഒരുപാടുണ്ടായി. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഈ ഡ്രൈവർ ഇതിലെന്ത് തെറ്റായിരിക്കും ചെയ്തതെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഒരു ആങ്ങള KSRTCയിലുണ്ട്, ഡ്രൈവറാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിക്കും, അതെന്താണ്? ഇപ്പം നമ്മളൊരു വാഹനം എടുക്കുന്നു, ഇപ്പം ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഉപയോഗിച്ച് പോകുന്നതാണെങ്കിൽ നമുക്കതിൽ കുറവുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് അടിക്കുക, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ഇന്ധനം തീർന്നിട്ട് ബസ് നിന്ന് പോവുകയാണ് അല്ലെങ്കിൽ വാഹനം നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡ്രൈവറുടെ ഒരു മിസ്റ്റേക്ക് പറയാം. ഇത് എന്തോ കാരണം മൂലം ആയിരിക്കാമല്ലോ അത് ബസ് കേടായിപ്പോയത്. അപ്പോൾ അതിന് ഡ്രൈവർ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ കുറേ നേരം ചിന്തിച്ചത്. ഡ്രൈവർക്ക് അറിയാൻ പറ്റുമോ ഇത് എപ്പം ബസ് കേടായി പോവും, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടക്കുന്നോ എന്നൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഡ്രൈവർക്ക് പറ്റുമോ? ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണെങ്കിൽ പോലും ചില സമയത്ത് ബ്രേക്ക് ഡൗൺ ആവും. ഇപ്പം ഞങ്ങളിവിടെ ബുള്ളറ്റ് എടുത്ത സമയത്ത് ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായി, ആ സമയത്താണെങ്കിൽ എടുത്ത ആ ഒരു ടൈമിലാണ് എപ്പോഴും ഓഫായി പോവും വണ്ടി. അത് മിസ്സിങ് എന്നുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകുന്ന വഴിക്കായിരിക്കും വണ്ടി അങ്ങ് ഓഫായി പോവും. പിന്നെ എന്തൊക്കെ പണി ചെയ്താലാണെന്നറിയാമോ? പിന്നെ ഞങ്ങൾ രണ്ടുകൂടെ വണ്ടി തള്ളിയിട്ടുണ്ട്. തള്ളിക്കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യും, വണ്ടിയെ കുലുക്കി നോക്കും, ചരിച്ച് നോക്കും, എന്തൊക്കെ പണി ചെയ്തിട്ടാണെന്നറിയാം. ലാസ്റ്റ് മണിക്കൂറുകളിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടാണ് അതൊന്ന് സ്റ്റാർട്ടാകുന്നത്. ഒരു പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ പോവുകയാണ്. അപ്പം ചാറ്റൽ മഴ ഇങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഹൈവേയിൽ വെച്ച് വണ്ടി നിന്നുപോയി. അപ്പോൾ പിന്നെ വണ്ടി നിൽക്കുന്നതിന് മുമ്പ് ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ പമ്മി വരുമല്ലോ. അപ്പോഴേക്കും സൈഡിലേക്ക് നീക്കി നിർത്തി. അപ്പോൾ നേരത്തേക്ക് അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണോ സ്ഥിരമായിട്ട് ചെയ്യുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ സർവീസിന് കൊണ്ടുപോയപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം നമ്മളോട് വലിയ കാര്യമുള്ള ഒരാളായിരുന്നു. പുള്ളിക്കാരൻ എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ മാറ്റവും തിരിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നീട് ഒരിക്കലും അങ്ങനൊരു പ്രശ്നം വന്നിട്ടില്ല ബുള്ളറ്റിന്. അപ്പം സ്വാഭാവികമായിട്ടും ഈ വണ്ടി ഇങ്ങനെ നിന്ന് പോയാൽ തീർച്ചയായിട്ടും വണ്ടി ഓടിക്കുന്ന ഹസ്ബൻഡിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വണ്ടിയാണ്, അത് യന്ത്രമാണല്ലേ. യന്ത്രത്തിന് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതിന് ഈ ഡ്രൈവർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നതിലൂടെ എന്താണത്? പാവമല്ലേ? ശരിയല്ലേ?